വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ കസിൻ്റെ വെഡിങ്ങിൻ്റെ വ്ളോഗുമായിട്ടാണ്. അപ്പോൾ നമ്മൾ തലേന്ന് തന്നെ മെയിൻലാഞ്ചിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ വേറൊരു കസിനാണ് എനിക്ക് മെഹന്തി ഇട്ട് തരുന്നത്. നമ്മൾ സിങ്ങാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല ചോക്കണ ഒരു മെയിലാഞ്ചിയാണ്. എനിക്ക് കൈ എപ്പോഴും ഇങ്ങനെ ചേർത്ത് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, എപ്പോഴും ഇങ്ങനെ മെയിലാഞ്ചി ഇട്ട് നടക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ മെയിലാഞ്ചിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ തലേന്ന് പോവാണ്, അവരെ വീട്ടിൽ പോവാണ്. അപ്പോൾ നമ്മൾ പർച്ചേസിങ് ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യാനൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ലേറ്റായി. അപ്പോൾ അവർ വീടെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കസിൻ്റെ വീട്. അപ്പോൾ നമ്മൾ എന്താ ലേറ്റ് ആയത് കാരണം അവിടെ ബുർദ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ലേറ്റായിട്ടാണ് കേട്ടോ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെക്കൻ്റെ കല്യാണമാണ് കേട്ടോ, പെണ്ണിൻ്റെ അല്ല, ചെക്കൻ്റെ കല്യാണമാണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ലേറ്റായിട്ട് എത്തിയത് തന്നെ പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ പോയിട്ടോ. അപ്പോൾ നെയ്ച്ചോറും ചിക്കനൊക്കെ ആയിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മണിയേറൊക്കെ കാണാൻ വേണ്ടി പോയിട്ടോ. അപ്പോൾ വീടൊക്കെ നല്ല ഉഷാറാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, നല്ല അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മണിയേറെ പോയി കുറച്ച് റീലൊക്കെ എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, ലേറ്റ് ആയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ വെഡ്ഡിങ് ഔട്ട്ഫിറ്റ്, നമ്മൾ പിറ്റേ ദിവസത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് വെഡ്ഡിങ് ഔട്ട്ഫിറ്റ്, നമ്മൾ ഡിസൈൻ ചെയ്യിപ്പിച്ചതാണ്, മെറ്റീരിയൽ എടുത്ത് ഡിസൈൻ ചെയ്യിപ്പിച്ചതാണ്. മെറ്റീരിയൽ എടുക്കാൻ പോയ ഷോർട്സ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു, സിക്സാക്കിൻ്റെ മെറ്റീരിയലും സ്കാലപ്പിൻ്റെ ഷാളും. അപ്പോൾ ഇതാണ് കേട്ടോ അത്. ഫുഡ് വെയറൊക്കെ നമ്മൾ കാലിക്കറ്റിൽ നിന്ന് എടുത്തതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കസിൻസൊക്കെ വരുന്നതന്നെ ഉള്ളൂ, ആരെയും ഇവിടെ കാണാനൊന്നുമില്ല. അപ്പോൾ നമ്മൾ ചെക്കനെയൊക്കെ കണ്ടിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മന്തിയും ബിരിയാണിയും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ മന്തിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്റ്റേജിൽ കയറിയിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്രൈഡിനെയും ഗ്രൂമിനെയും കൊണ്ടിട്ട് മഞ്ചലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സ്റ്റേജ് ഡെക്കറേഷനൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ കസിൻസിൻ്റെ കുട്ടികളൊക്കെ അവിടെ ഓടിക്കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്രൈഡിനെ കൊണ്ട് വരാൻ ബ്രൈഡിൻ്റെ വീട്ടിൽ പോവാണ്. കുറച്ച് ലോങ്ങാണ് കേട്ടോ ബ്രൈഡിൻ്റെ വീട്. അപ്പോൾ അതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മഴക്കാരൊക്കെ ഉണ്ടായിരുന്നതിൻ്റെ ഒരു വൈബായിരുന്നു കേട്ടോ. നമ്മൾ പോകുമ്പോൾ ഒരു ട്രിപ്പ് പോണ ഫീലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓഡിറ്റോറിയത്തിൽ തന്നെ കുറേ വീഡിയോസ് നമ്മൾ മിസ് ചെയ്തിട്ടുണ്ട്, കുറേ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂട്ടത്തിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ആളെന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഏകദേശം ഓഡിറ്റോറിയം എത്താറായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെക്കൻ പെണ്ണിന് പൂ കൊടുക്കുന്ന സീനാണ്. അപ്പോൾ എൻ്റെ കസിൻ എന്നെ എടുക്കുമെന്ന് വെച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളെ ഒരു ഷോട്ടിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ മന്തി ബിരിയാണിയും ചിക്കൻ ചില്ലിയും ഒക്കെ ആയിരുന്നു. അപ്പോൾ അവിടുന്ന് നമ്മൾ ബിരിയാണിയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഓഡിറ്റോറിയത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇറങ്ങുമ്പോൾ. പിന്നെ കുറച്ച് ബ്ലോക്കിൽ പെട്ടിട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. വരുമ്പോൾ നമ്മൾ ഇറാന ചെറിയ വഴിയിലൂടെയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്, അതിലൂടെയാണ് പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് ഒരു അടിപൊളി സ്ഥലം കണ്ടു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ കുറേ റീലും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ റീൽ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ച് ഓഡിറ്റോറിയത്തിലെത്തി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ പത്തിരിയും കുബൂസും പൊറാട്ടയും അങ്ങനത്തെ ഐറ്റംസും ചിക്കൻ ചില്ലിയും ബീഫ് ഫ്രൈയും എല്ലാതും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് പോയിട്ട് അപ്പോഴേക്കും ഞാൻ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.